മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിക്കേറ്റ ടാനിയ 2-3 ദിവസം ICUയിൽ കിടക്കുകയാണ്. റൂമിലേക്ക് മാറ്റിയ ടാനിയോട് അലീന ആ സത്യം പറയുകയാണ്. ഷാൻ മരിച്ചു. ടാനിയെ കുത്തി തിരിച്ചു പോകുന്നതിനിടയിൽ ബൈക്ക് മനഃപൂർവ്വം ബസ്സിനിടിച്ച് ഷാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സന്ദർശകർ നിത്യേന വന്നുപോയിക്കൊണ്ടിരുന്നു. പുനലൂരിൽ നിന്ന് റോബർട്ടും ആൽബർട്ടും കുടുംബവും, പത്തനാപുരത്ത് നിന്ന് ഔസേപ്പച്ചനും കുടുംബവും. വന്നവരെല്ലാം ടാനിയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്താണ് മടങ്ങിയത്. അലീന ഇടയ്ക്കിടെ വീട്ടിൽ പോകുമ്പോൾ ബബിത വന്ന് ഹോസ്പിറ്റലിൽ ടാനിയയ്ക്ക് കൂട്ടുനിൽക്കും. ടാനിയ പതിയെ സുഖം പ്രാപിച്ചു വരികയാണ്. പോലീസ് ഇടയ്ക്ക് വന്ന് അവളുടെ മൊഴി എടുത്തു കൊണ്ടുപോയി. പോലീസിനോട് സംസാരിക്കാൻ അവൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഇനി ഇത് ആരെ ശിക്ഷിക്കാൻ വേണ്ടിയാ? മരിച്ചുപോയവരെ ശിക്ഷിക്കാൻ നിയമമുണ്ടോ? ടാനിയ പോലീസിനോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത് തീർക്കണ്ടേ? SI അവളോട് പറഞ്ഞു. ടാനിയയ്ക്ക് തന്നെ കാണാൻ സന്ദർശകർ വരുന്നതിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അവൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴെല്ലാം അവൾ ഷാനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി. പലപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നതും ഷീറ്റ് കൊണ്ട് അവൾ മെഴുന്നീരൊപ്പുന്നതും അലീന കാണുന്നുണ്ടായിരുന്നു. ഒരു തവണ അവൾ അലീനയോട് പറഞ്ഞു, അവന് മരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു, അല്ലേ ചേച്ചി? ചിലപ്പോൾ അതൊരു അപകടം തന്നെയായിരിക്കും, അലീന പറഞ്ഞു. അല്ലെന്നെനിക്കുറപ്പാ. ഷാൻ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ മരിച്ചെന്ന് കരുതിയല്ലേ? അങ്ങനെ കരുതിയിട്ടുണ്ടാവും. ഞാൻ മരിച്ചാലും ഷാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നില്ലേ? ദൂരദേശത്തേക്ക്, കൽക്കട്ടയിലോ ഡൽഹിയിലോ അങ്ങനെ എവിടേക്കെങ്കിലും. അവൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും സമാധാനിക്കാമായിരുന്നല്ലോ. മോളെ, എവിടെ ഒളിച്ചാലും പോലീസ് അവനെ പിടിക്കുമായിരുന്നു. അവന് ശിക്ഷയും കിട്ടുമായിരുന്നു. കുറെ വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എന്നാലും ജീവിച്ചിരിക്കുമായിരുന്നല്ലോ ചേച്ചി. ചേച്ചി പറഞ്ഞ പോലെ ഇനി അവന് നന്നാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. അത്തരം സംഭാഷണങ്ങൾക്ക് ടാനിയ ഒരു വിതുമ്പിക്കരച്ചിലാണ് നിർത്തുക. അവളെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അതിനുശേഷം ആത്മഹത്യ ചെയ്തതുവഴി ഷാൻ അവളുടെ മനസ്സിൽ ധീരോദാത്തനായ പ്രാണനായകനായി ശേഷിക്കുന്നുവെന്ന് അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. അവന്റെ മരണം അവളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള പ്രേമത്തിന് മുൻപിൽ അവൻ സമർപ്പിച്ച ആത്മബലിയാണ്. അവരുടെ പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് അവൻ. ഷാൻ ജീവിച്ചിരിപ്പില്ലാത്ത ഭൂമിയാണല്ലോ ഇത് എന്ന ഓർമ്മ അവളുടെ ഹൃദയത്തെ കിടിലം കൊള്ളിക്കുന്നു. ഷാനില്ലാത്ത പ്രഭാതങ്ങൾ, സൂര്യോദയങ്ങൾ, സന്ധ്യകൾ, പക്ഷികൾ ചിലയ്ക്കുന്നു, അരുവി ഒഴുകുന്നു, വാഹനങ്ങൾ ഓടുന്നു, മനുഷ്യർ സഞ്ചരിക്കുന്നു, കാറ്റ് വീശുന്നു, ചിത്രശലഭം പറക്കുന്നു. ഷാനിന്റെ ശബ്ദം മാത്രം എങ്ങുമില്ല, ഇനി ഒരിക്കലും കേൾക്കുകയുമില്ല. ടാനിയയ്ക്ക് ഈ ഓർമ്മ ഒരു തീരാവേദനയാണ്. ആ വേദനയിൽ അവൾക്ക് തീച്ചൂടേറ്റ പുഴുവിനെ പോലെ കിടന്നു പിടയണം, വെന്തു നീറണം. ആ വേദനയാണ് അവളുടെ സുഖം. അതിനിടയിൽ ആളുകൾ വരുന്നതും സംസാരിക്കുന്നതും അവളുടെ ഏകാന്ത വേദനയുടെ ചില്ലുമാളിക ചിരികൊണ്ട് ഉടയ്ക്കുന്നതും അവൾ വെറുത്തു. അലീനയ്ക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ടാനിയെ കുത്തിയതിന്റെ പേരിൽ ഷാനിനെ കുറ്റപ്പെടുത്തരുതെന്ന് സന്ദർശകരോടെല്ലാം അവൾ അഭ്യർത്ഥിച്ചു. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, അവൻ മരിച്ചത് എന്തുകൊണ്ട് നന്നായി. അവൻ എന്തൊരു ദുഷ്ടനാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്നേഹിച്ച പെണ്ണിന്റെ ചങ്കിൽ കടാര കുത്തിയിറക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അവനെപ്പോലൊരു തെമ്മാടിന്റെ കയ്യിൽ ഇവൾ എങ്ങനെ ചെന്ന് പെട്ടു? എന്തായാലും ഇങ്ങനെ അവസാനിച്ചത് നന്നായി. ഇവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ടാനിയുടെ മുഖം ഇത് കേൾക്കുമ്പോൾ കല്ലുപോലെ കഠിനമായി തീരുന്നത് അലീന ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയുന്നവർക്കെതിരെ അവളുടെ മനസ്സിൽ കടുത്ത പ്രതിഷേധം രൂപം കൊള്ളുകയാണ്. ക്രമേണ അലീന തന്നെ മുൻകൈയെടുത്ത് സന്ദർശകരുടെ എണ്ണം കുറച്ചു. പക്ഷെ ടാനിയെ തനിച്ചു വിടാൻ അവൾ തയ്യാറായില്ല. അവൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു, നാനാ വിഷയങ്ങളെപ്പറ്റി. അവളില്ലാത്തപ്പോൾ ബബിതയെ ആ ചുമതല ഏൽപ്പിച്ചു. അലീനയ്ക്ക് ഈ സമയത്ത് എൽസമ്മയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നതിനാൽ ബബിതയായിരുന്നു മിക്കപ്പോഴും ടാനിയയ്ക്ക് കൂട്ടുനിന്നത്. എൽസമ്മയ്ക്ക് ഇപ്പോൾ കയറി പിടിച്ചെഴുന്നേറ്റിരിക്കാനും തനിയെ ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നുണ്ട്. വീട്ടിലും വെളിയിലും നടക്കുന്ന സംഭവവികാസങ്ങൾ അറിയുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അക്ഷരസ്ഫുടതയില്ലെങ്കിലും അവർക്ക് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ സംസാരിക്കുന്നതിൽ അവർ ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചില്ല. ടാനിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. ബില്ല് പേ ചെയ്യാൻ വേണ്ടി സ്റ്റാൻലി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അലീന ചോദിച്ചു, പപ്പ എന്തെങ്കിലും തീരുമാനിച്ചോ? എന്ത് തീരുമാനിക്കാൻ?
ടാനിയെ ഇനി അഞ്ജലിയിലെ വീട്ടിൽ താമസിപ്പിച്ചാൽ ശരിയാകുമോ? അവളെ കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോകാം, സ്റ്റാൻലി പറഞ്ഞു. അവിടെ അവളെ ആര് നോക്കും? അവളുടെ ശരീരത്തിനേറ്റ മുറിവുകളെ ഭേദമായിട്ടുള്ളൂ. മനസ്സിനേറ്റ മുറിവുണങ്ങാൻ സമയമെടുക്കും. അതിന് സ്നേഹം വേണം, സാന്ത്വനം വേണം, അനുകൂലമായ സാഹചര്യം വേണം. നീയുണ്ടല്ലോ അവളോടൊപ്പം, പിന്നെ ബബിതയുണ്ടല്ലോ. അപ്പോ എൽസമ്മേന്റെയോ? അവരെ ആര് ശുശ്രൂഷിക്കും? ടെൽസയുടെയും ടോജോയുടെയും കാര്യങ്ങൾ ആര് നോക്കും? അവരെ കൂടി കൊണ്ടുപോകാം, സ്റ്റാൻലി പറഞ്ഞു. അലീനയ്ക്ക് വിശ്വാസമായില്ല. പപ്പ ശരിക്കും പറഞ്ഞതാണോ? അവൾ പപ്പയെ കണ്ണിമയ്ക്കാതെ നോക്കി. ശരിക്കു പറയുകയെന്ന് വെച്ചാൽ അതിന് വേറെ ഭാഷയുണ്ടോ? പപ്പ എന്നെ കളിപ്പിക്കല്ലേ. നമ്മൾ ഇവിടുന്ന് നേരെ കുളത്തൂപ്പുഴയ്ക്കാണോ? നേരെ കുളത്തൂപ്പുഴയ്ക്കല്ല, ഇവിടുത്തെ വീട്ടിലൊന്ന് കയറണം. എടുക്കേണ്ട സാധനങ്ങളെല്ലാം എടുക്കണം. വീടും ഗേറ്റും അടച്ചു പൂട്ടണം. വീട് വിൽപ്പനയ്ക്ക് എന്നൊരു ചെറിയ ബോർഡ് ഗേറ്റിൽ തൂക്കണം. അത് കഴിഞ്ഞാൽ സ്ഥലം വിടാം. അലീനയ്ക്കത് കേട്ട് കണ്ണു നിറഞ്ഞു. അവൾ തന്റെ ഇരു കൈകൊണ്ടും പപ്പയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അഞ്ജലിയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഏതൊരു പദ്ധതിയാണോ തന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് സഫലമാകാൻ പോകുന്നതിന്റെ ചാരിതാർത്ഥ്യവും ആനന്ദവും ആ നിമിഷങ്ങളിൽ അവൾ അനുഭവിച്ചു. പപ്പയുടെ ജീവിതത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനം പപ്പ ഇത്, അവൾ നിറമിഴികളോടെ പറഞ്ഞു. അല്ല, സ്റ്റാൻലി നിഷേധരൂപേണ തലയാട്ടി. അലീന സംശയത്തോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. പാലായിലെ ഒരു സ്വർണ്ണക്കടക്കാരൻ ബാലേന്ദ്ര മേനോൻ കുളത്തൂപ്പുഴയിൽ വന്ന് എന്നോട് നിങ്ങൾ അറിയാത്ത ഒരു മകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ അവളെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ ഞാൻ എടുത്ത ഡിസിഷനാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ചത്. അലീന ഒരു തേങ്ങലോടെ പപ്പയുടെ തോളത്തേക്ക് മുഖം ചേർത്തു. സ്റ്റാൻലി അവളുടെ തലയിൽ പതുക്കെ തട്ടി. മൂക്ക് ചുറ്റാനും കണ്ണീര് തുടക്കാനുമാണെങ്കിൽ ഞാനൊരു കർച്ചീഫ് തരാം. എൻ്റെ ഷർട്ട് ചീത്തയാക്കണ്ട, അയാൾ ചെറുചിരിയോടെ പറഞ്ഞു. ഈ ഷർട്ട് ഇത്തിരി ചീത്തയായിക്കോട്ടെ. അവൾ ലേശം കൊഞ്ചലോടെ അയാളുടെ ഷർട്ടിന്റെ ഷോൾഡറിൽ തന്റെ മൂക്കും മുഖവും ഉരുമി തുടച്ചു. മുറ്റത്ത് ഗേറ്റിന് അഭിമുഖമായി തിരിച്ചിട്ടിരിക്കുകയാണ് ലോറി. അട്ടിമറിക്കാരാണ് വീട്ടു സാധനങ്ങൾ കയറ്റുന്നത്. ലോഡിങ്ങിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബൈജു അങ്ങിങ്ങ് ഓടി നടക്കുന്നുണ്ട്. കട്ടിലുകൾ, മേശകൾ, അലമാരകൾ എല്ലാം ലോറിയിൽ കയറ്റിക്കഴിഞ്ഞു. ഡ്രസ്സ്, പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ എന്നിവ അടുക്കിയ ബാഗുകൾ സ്റ്റാൻലിയുടെ ജീപ്പിൽ കയറ്റി. ബബിതയും ടെൽസയും ടോജോയും കൂടിയാണ് സാധനങ്ങൾ പെറുക്കി തരംതിരിച്ച് അടുക്കി പായ്ക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് തൊട്ടു മുൻപ് 2 കാറിലായി അലീനയും സ്റ്റാൻലിയും ടാനിയയും എത്തിച്ചേർന്നു. അലീനയുടെ കാറിലായിരുന്നു ടാനിയ. അവൾ കാറിൽ വന്നിറങ്ങിയപ്പോൾ അയൽക്കാർ അവളെ കാണുവാനായി വീടിന് പുറത്തും ടെറസിലുമെല്ലാം ഇറങ്ങി നിന്നു. അലീന അവളെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടാനിയയുടെ സാധനങ്ങളെല്ലാം പ്രത്യേകം പാക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട്, ബബിത അറിയിച്ചു. ആ ലെറ്റേഴ്സ് എവിടെയാ? ടാനിയ ചോദിച്ചു. ഏത് ലെറ്റേഴ്സ്? അന്ന് ഷാൻ വന്നപ്പോ എന്റെ കയ്യിൽ തന്നിട്ട് പോയത്. അതെല്ലാം പോലീസ് ഒന്ന് പെറുക്കിക്കൊണ്ടോയല്ലോ, ബബിത പറഞ്ഞു. സ്റ്റാൻലി വീടിനുള്ളിലേക്ക് കയറി വന്നു. ചുവരിലെ ഫോട്ടോകളും പെയിന്റിങ്ങുകളും ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു. ഒന്നും ബാക്കി വയ്ക്കണ്ട. ഈ വീട്ടിലേക്ക് നമ്മളിനി വരുന്നതേയില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം അഴിച്ചെടുത്തോളണം, ഇല്ലെങ്കിൽ വല്ലവരും കൊണ്ടുപോകും. ഫാനുകളും ലൈറ്റുകളും വിൻഡോ കർട്ടനുകളും ഡോർ കർട്ടനുകളുമെല്ലാം ബൈജു അഴിച്ചെടുത്തു. നായ്ക്കളെ അവൻ നേരത്തെ തന്നെ കുളത്തൂപ്പുഴയിൽ എത്തിച്ചിരുന്നു. ഇനി എൽസമ്മ കിടക്കുന്ന കട്ടിലും ബെഡും മാത്രമേ എടുക്കാനുള്ളൂ. അലീനയും ബബിതയും ചേർന്ന് എൽസമ്മയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി സ്റ്റാൻലിയുടെ കാറിലിരുത്തി. കട്ടിലും ബെഡും കൂടി കയറ്റിയ ശേഷം ലോറി കുളത്തൂപ്പുഴയ്ക്ക് വിട്ടു. ടോജോയും ടെൽസയും കൂടി സ്റ്റാൻലിയുടെ കാറിൽ കയറി. അലീന വാതിൽ പൊട്ടിയിറങ്ങി. സ്റ്റാൻലിയുടെ കാറും ജീപ്പും ബൈജു ഇറക്കി റോഡിലെത്തിച്ചിരുന്നു. അലീനയുടെ കാറിൽ ബബിതയും ടാനിയും കയറി. കാർ ഓടിച്ച് റോഡിലിറക്കി നിർത്തിയ ശേഷം അലീന ഇറങ്ങി വന്ന് ഗേറ്റ് പൂട്ടി. ടാനിയ ഗേറ്റിന് നേർക്ക് നോക്കിയിരുന്നു. ഷാൻ അവിടെ വെച്ചാണ് തന്നെ കുത്തി വീഴ്ത്തിയതെന്ന് അവൾ ഓർത്തു. അതിനു മുൻപ് അവൻ തന്നോട് ഒരു ഉമ്മ ചോദിച്ചിരുന്നു. അതെല്ലാം ഇനി ഓർമ്മ മാത്രം. കുളത്തൂപ്പുഴയിലെത്തിയ അലീന ഒരു കട്ടിൽ കൂടി എടുപ്പിച്ച് തന്റെ മുറിയിലെ കട്ടിലിനോട് ചേർത്തിട്ടു. ഇപ്പോൾ 5ഓ 6ഓ പേർക്ക് കിടക്കാനുള്ള സ്ഥലമായി. പെൺകുട്ടികളെ വെവ്വേറെ മുറികളിൽ താമസിപ്പിക്കാൻ അലീനയ്ക്ക് മനസ്സ് വന്നില്ല. ടാനിയയ്ക്ക് പ്രത്യേക ശ്രദ്ധ വേണം. അതിനാൽ അവൾ തന്റെ മുറിയിലുണ്ടായേ തീരൂ. ബബിതയെ ഒഴിവാക്കിയാൽ അവൾക്ക് വിഷമമാകും. അവശേഷിക്കുന്നത് ടെൽസയാണ്. അവളെ മാത്രമായി മാറ്റിപ്പാർപ്പിച്ചാൽ അവൾക്കും സങ്കടമാകും. ഒടുവിൽ പെൺകുട്ടികൾ 4 പേരും ഒന്നിച്ച് ഒരു മുറിയിലെന്ന് തീരുമാനിച്ചു. എങ്കിലും അലീന കൂടുതൽ സമയവും
എൽസമ്മയെ കിടത്തിയ മുറിയിലായിരുന്നു. ടോജോയുടെയും ടെൽസയുടെ മുഖത്ത് പുതിയൊരുണർവും ഉത്സാഹവും സന്തോഷവും അലീന കണ്ടു. അവർക്ക് കൂടുതൽ സുരക്ഷിത ബോധം കിട്ടിയിരിക്കുന്നു. ഇവിടെ അവർക്ക് ആരെയും ഭയപ്പെടാനില്ല. കരുത്തനായ ഒരു ഗൃഹനാഥന്റെ കീഴിലാണ് അവർ. വീട് നിറയെ കുട്ടികൾ. സ്റ്റാൻലിക്ക് ഈ മാറ്റം അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. ആരൊക്കെയോ സംസാരിക്കുന്നു. എവിടെ നിന്നെല്ലാമോ ചിരി കേൾക്കുന്നു. തുടർച്ചയായ കാൽപെരുമാറ്റങ്ങൾ. ഇതുവരെ അത് സംസാരിക്കാൻ കൂട്ടാക്കാത്ത ഒരു സ്റ്റാൻലിയുടെയും ഏതാനും നായകളുടെയും ലോകമായിരുന്നു. പരിചാരകർ എവിടെയൊക്കെയോ ചടഞ്ഞിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന വീട്. എന്നാൽ ഇപ്പോൾ ആ വീടിനുള്ളിൽ സ്റ്റാൻലിക്ക് അത്ര പ്രാധാന്യമില്ല. നായ്ക്കൾക്കുമില്ല. അത് 4-5 കുട്ടികളുടെ വീടായി മാറി. അവിടെ ജോലിക്കാർക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല. പൗലോസിന് പിടിപ്പത് പണിയുണ്ടായിരിക്കുന്നു. രാജപ്പണി ദിവസവും 10 തവണയെങ്കിലും വൈജുവിനെയും കൂട്ടി ടൗണിൽ പോകേണ്ടതുണ്ടായിരുന്നു. ആൻ്റപ്പന് ഒരിടത്തിരിക്കാൻ വയ്യ. അപ്പോഴേക്കും എവിടെങ്കിലും ആൻ്റപ്പൻ ചേട്ടാ എന്ന വിളി മുഴങ്ങും. ഈ മാറ്റം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ടാനിയക്കാണെന്ന് അലീന തിരിച്ചറിഞ്ഞു. അവളെ വേദനിപ്പിക്കുകയും നഷ്ടബോധത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്ന ഓർമ്മകൾക്ക് ഈ അന്തരീക്ഷം പരിചിതമല്ല. ഇവിടെ അവയ്ക്ക് നഖങ്ങളാഴ്ത്തി പറ്റിപ്പിടിച്ചു കിടക്കാൻ പഴുതൊന്നുമില്ല. ഭഗ്നാശമായി പോയ അവളുടെ പ്രണയവും അതിന്റെ പൂക്കൾ വിടുന്ന പൂവാടികളും ആ സ്മൃതികളെ തൊട്ടുണർത്തുന്ന സ്മാരകങ്ങളും അകലെ എവിടെയോ ആണ്. എങ്കിലും ചില നേരങ്ങളിൽ അവൾ വിഷാദമഗ്നയായി ഇരിക്കുന്നത് കാണുമ്പോൾ അലീന പറയും, നിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഷാനെ വിട്ടുകളയാൻ ഞാൻ നിർബന്ധിച്ചിരുന്നുവെങ്കിലും നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് അവനെ എടുത്തു കളഞ്ഞിരുന്നില്ല. അവനെ മറക്കുകയാണെന്നോ ഉപേക്ഷിക്കുകയാണെന്നോ ഒരിക്കലും നീ അവനോട് പറഞ്ഞിട്ടില്ല. ആകെ കൂടി നീ അവനോട് ആവശ്യപ്പെട്ടത് നിനക്ക് കുറെ കൂടി സമയം വേണമെന്നാ മാത്രമായിരുന്നു. അതൊരു തെറ്റാണോ? നീ ആലോചിച്ച് നോക്ക്. ടാനിയ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കും. നിനക്ക് കൂടുതൽ സമയം വേണമായിരുന്നു. നിന്നെ ജീവിത പങ്കാളിയെ ക്ഷണിക്കാനുള്ള പക്വതയും പാകതയും അനുകൂല സാഹചര്യവും അവനില്ലായിരുന്നു എന്നതാണ് സത്യം. അവൻ വിളിച്ചാലുടൻ ഇറങ്ങിച്ചെല്ലാനുള്ള പ്രായവും പരിതസ്ഥിതികളുമായിരുന്നില്ല നിന്റേതും. ഷാൻ അമിതാവേശം കാണിച്ചു. ശാന്തമായിരുന്ന് ഒരാത്മപരിശോധന നടത്തിയാൽ, പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും ഷാൻ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല എന്ന്. സ്നേഹത്തിന്റെ ലേബലൊട്ടിച്ചു വെച്ചിട്ട് അതിനു കീഴിലിരുന്ന് എന്ത് തോന്നിയാസവും കാണിക്കാൻ ആർക്കും അവകാശമില്ല. അവൻ നിന്നെ വേണ്ടാത്തതിനെല്ലാം പ്രേരിപ്പിച്ചു. അരുതാത്തത് പലതും നിന്നെക്കൊണ്ട് ചെയ്യിച്ചു. അതിലൊന്നും യാതൊരു നീതിയുമില്ല. ഷാൻ മരിച്ചു പോയില്ലേ ചേച്ചി, ഇനി എന്തിനാ കുറ്റം പറയുന്നേ? ടാനിയ അസഹിഷ്ണുത കാട്ടി. ഇല്ല, മരിച്ചിട്ടില്ല. നിന്റെ മനസ്സിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ശല്യവുമില്ലല്ലോ. അവൻ ജീവിച്ചിരുന്നപ്പോഴും ആർക്കായിരുന്നു ശല്യം? എനിക്കില്ല. ടോജോയ്ക്കും ടെൽസയ്ക്കുമില്ല. നിനക്ക്. നിന്റെ ജീവിതത്തെയാണ് അവനൊരു ക്യാൻസർ പോലെ ബാധിച്ചത്. നിനക്ക് ചിന്താശേഷിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ നിർബന്ധിച്ച് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചത് വലിയ തെറ്റല്ലേ? നിനക്കൊരു മകളുണ്ടായി. അവൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തുവെന്നറിഞ്ഞാൽ നീ എന്തുമാത്രം വേദനിക്കും? ഷാൻ വിളിക്കുന്നിടത്തെല്ലാം നീ ചെന്നിരിക്കണം എന്നൊരു നിർബന്ധം അവന്റെ തെറ്റല്ലേ? നിനക്കതിന് ബാധ്യതയുണ്ടോ? ഒടുവിൽ അവന്റെ സമയത്തിനും സാഹചര്യത്തിനും ഒപ്പിച്ച് വിളിച്ചാൽ നീ ഇറങ്ങിച്ചെല്ലുകയില്ലെന്ന് കണ്ടപ്പോ ചതിവിൽ അരികെ വിളിച്ച് നിന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് ശരിയാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ ജീവൻ എടുക്കാൻ അവൻ എന്ത് അവകാശം? നീ അങ്ങോട്ട് കൊടുത്ത സ്നേഹത്തിന്റെ 1000-1 ഉണ്ടെങ്കിൽ നിന്നോട് അങ്ങനെ ചെയ്യാൻ അവന് തോന്നുമോ? അവൻ വേറൊരു പെണ്ണിനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി ഇവളാണെന്റെ ഭാര്യ, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാലും നിനക്കവനെ ഒരു പെൻസിൽ കൊണ്ട് കുത്തി നോവിക്കാനെങ്കിലും സാധിക്കോ? എന്താ അതിനർത്ഥം? അവൻ്റേത് യഥാർത്ഥ സ്നേഹമായിരുന്നില്ല. കുത്തിക്കൊല്ലുന്ന സ്നേഹം സ്നേഹമല്ല. അവൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അതെന്തുകൊണ്ടാണ്? നിന്നെ ഓർത്തിട്ടല്ല. ജീവിച്ചിരുന്നാൽ അവൻ നിയമത്തിന് കീഴടങ്ങേണ്ടി വരും. തൂക്കുമരമോ ജീവപര്യന്തമോ അവന് കിട്ടിയേക്കുമായിരുന്നു. നിന്നെ കുത്തി മടത്തിയിട്ട് ചെന്നാൽ പോലീസും കോടതിയും അവന് പട്ടും വളയും വീരശൃംഖലയുമാണ് കൊടുക്കുന്നതെങ്കിൽ അവൻ പോയി മരിച്ചു കളയുമോ? ഒരിക്കലുമില്ല. ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷയെ ഭയന്നാണ് അവൻ ജീവിതം അവസാനിപ്പിച്ചത്. എന്നിട്ട് നീ അവനെ ഒരു വീരപുരുഷനോ രക്തസാക്ഷിയോ കരുതി വെറുതെ മനസ്സ് നീട്ടുന്നു. ഞാനിത് പറയുന്നത് നിനക്കിഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാ പറയുന്നേ? നീ നന്നാവണം. നിന്റെ നഷ്ടങ്ങളിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന്, നിനക്ക് പറ്റിയ കൈത്തെറ്റുകളിൽ നിന്ന് നീ എഴുന്നേൽക്കണം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിന്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതവിടെ ഇട്ടിട്ട് നീ മുൻപോട്ട് പോകണം. നിനക്ക് പോയേ പറ്റൂ. 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഉപദേശങ്ങൾ കൊണ്ട് വലിയ ഫലമില്ലെന്ന് അലീനയ്ക്കറിയാം. 1000 തവണ ഉപദേശിക്കുന്നതിനേക്കാൾ ഒരു സ്നേഹത്തലോടലോടെ എഴുന്നേൽക്കൂ മോളെ എന്ന് പറയുന്നതാണ്
ഫലം ചെയ്യുകയെന്നും ബോധ്യമുണ്ട്. എന്നാലും ചിലപ്പോൾ പറഞ്ഞു പോവുകയാണ്. അനേകം തവണ ആവർത്തിക്കുമ്പോൾ അതിലൊരു വാചകമെങ്കിലും അവളുടെ മനസ്സിൽ കൊണ്ടെങ്കിലോ? പെൺവാണിഭം, യുവാവ് അറസ്റ്റിൽ. ചെറിയൊരു വാർത്ത, ഒരു കോളമേയുള്ളൂ. ബബിതയുടെ കണ്ണുകൾ ആ വാർത്തയിലെ ഫോട്ടോയിൽ തങ്ങി നിന്നു. അലീന വന്ന് നോക്കുമ്പോൾ ബബിത പത്രവും മടിയിൽ വെച്ച് ഗാഠമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഹലോ, എന്തുപറ്റി? അലീന അവളെ തട്ടി ഉണർത്തി. ബബിത പരിഭ്രമിച്ച് അലീനയെ നോക്കി. എന്താടി? ബബിത പത്രത്തിലെ വാർത്ത തൊട്ട് കാണിച്ചു. അലീന അതെടുത്തു നോക്കി. ഇതിലെന്താ? എന്നും കാണാറുള്ളതല്ലേ ഇതുപോലത്തെ ഐറ്റംസ്? ഇതങ്ങനെയല്ല ചേച്ചി. ഇത് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നയാളാ. അതിരപ്പള്ളിയിലെ ഒരു റിസോർട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ ഒരോർമ്മ. നീ അവിടെ പോയിട്ടുണ്ടോ? ഒരു തവണ പോയിട്ടുണ്ട്. ആ, ആരെങ്കിലും ആകട്ടെ, നീ ആ വിഷയം വിട്ടുകള. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകണം. പക്ഷെ ബബിതയുടെ മുഖത്ത് കണ്ട പരിഭ്രമം മാഞ്ഞില്ല. അന്ന് രാത്രി ബാലചന്ദ്ര മേനോൻ അലീനയെ ഫോണിൽ വിളിച്ചു. അച്ഛാ, ഞാനാ. അലീന ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എവിടെയാ മോളെ? ഇവിടെ, കുളത്തൂപ്പുഴ. ബബിതയുണ്ടോ നിന്റെ അടുത്ത്? അടുത്തില്ല, ടി വി കാണുക. എന്തു പറ്റി അച്ഛാ? ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ മോളെ. എന്താ അച്ഛാ? അലീന അമ്പരപ്പോടെ ചോദിച്ചു. ബബിതയെ തിരക്കി 2 പോലീസ് ഓഫീസർമാർ ഇവിടെ വന്നു. സെക്സ് റാക്കറ്റിൽപ്പെട്ട ഒരുത്തനെ ആലുവയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനിൽ നിന്ന് അവർക്ക് കുറെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടത്രേ. അലീനയുടെ നെഞ്ചിലൂടെ ഒരിടിവാൾ കടന്നുപോയി. അവരെന്തു പറഞ്ഞച്ചാ? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ സംഗതി അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. ബബിതി അവർക്ക് കാണണം. എന്തോ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ അഡ്രസ്സ് വാങ്ങിച്ചോണ്ടാ അവരിവിടുന്ന് പോയത്. അവരിവിടെയും വരൂ അച്ഛാ. വരാൻ സാധ്യതയുണ്ട്. അലീന മുഖം തിരിച്ച് ബബിതിയെ നോക്കി. അവൾ ടി വിക്ക് മുന്നിലാണെങ്കിലും ഇടയ്ക്കിടെ തൻ്റെ നേർക്ക് പാളി നോക്കുന്നുണ്ട്. അലീന ഇടനാഴിയിലേക്ക് ഇറങ്ങി. അച്ഛൻ എന്തിനാ അഡ്രസ് കൊടുത്തേ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പോലീസല്ലേ. തൻ്റെ മകൾ എവിടാണെന്ന് തനിക്കറിയില്ലെന്ന് ചോദിച്ചാ എന്തു പറയും? ഷോ, അവൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്നതേയുള്ളൂ. അതിനിടയ്ക്ക് പിന്നെയും. എന്താണ് പ്രശ്നമെന്ന് പറ മോളെ. അയാളെ അറസ്റ്റ് ചെയ്തതും ബബിതയുമായിട്ട് എന്താ പ്രശ്നം? ബബിത ആത്മഹത്യ ചെയ്യാൻ പോയതിന് പിന്നിലെ കാരണങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്ന് അലീന ഓർത്തു. ആകെ കൂടി അച്ഛൻ അറിയാവുന്നത് മകളുടെ പ്രണയം തകർന്നു എന്ന് മാത്രമാണ്. ഒന്നുമില്ലച്ചാ, ഇത് ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ പേടിക്കണ്ട. മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറ. മുൻകരുതലെടുക്കണ്ടേ? അച്ഛൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പോലീസ് അവിടെ വന്നാൽ ആ വിവരം എന്നെ വിളിച്ചു പറയണം. ശരി അച്ഛാ. അലീന കോൾ കട്ട് ചെയ്തു. ചുമരും ചാരി പകച്ചു നിന്നു. അലീന ചേച്ചി. ബബിതയുടെ വിളി കേട്ട് അവൾ ഞെട്ടിപ്പോയി. ബബിത അവളുടെ സമീപത്തേക്ക് വന്നു. അലീനയുടെ മുഖഭാവം അവളെ അമ്പരപ്പിച്ചു. ആരാ ചേച്ചി വിളിച്ചത്? പറയണോ വേണ്ടയോ? അലീന ധർമ്മസങ്കടത്തിലായി. പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഇല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ അവൾ വല്ലാതെ പതറിപ്പോയേക്കാം. പാലായിന്ന് അച്ഛനാ മോളെ വിളിച്ചേ? അച്ഛനാണോ? ബബിതയ്ക്ക് പാതി സമാധാനമായി. നീ വാ, പറയാം. അലീന അവളെ ഒഴിഞ്ഞ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളെ, നീ വെറുതെ ഭയപ്പെടരുത്. ഞങ്ങൾ എല്ലാവരും ഇപ്പം നിന്റെ കൂടി ഉണ്ട് കേട്ടോ. ബബിത അപകടം മണത്തു. അച്ഛൻ എന്തു പറഞ്ഞു? നിന്നെ അന്വേഷിച്ച് പോലീസ് ചെന്നിരുന്നുവെന്ന്. എന്തോ ചോദിച്ചറിയാനാണത്രേ. എന്തു ചോദിച്ചറിയാൻ? ആ, ആർക്കറിയാം. എന്തായാലും അവർ വരട്ടെ. ഹിംസിക്കാനൊന്നുമല്ലല്ലോ വരുന്നത്. അപ്പോ പോലീസ് എന്നെ തിരക്കി ഇവിടെയും വരുമല്ലേ? അഡ്രസ് കൊടുക്കാതെ അച്ഛന് നിവൃത്തിയില്ലായിരുന്നു മോളെ. സാരമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. ബബിതയുടെ ഭാവമാറ്റം അന്താളിപ്പിക്കുന്നതായിരുന്നു. ആത്മഹത്യാശ്രമം പരാജയപ്പെട്ട ശേഷം നാളുകളോളം അവളുടെ മുഖത്ത് കണ്ട അതേ ഭാവം. സാരമില്ലടി. അലീന അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് സാന്ത്വനം പകർന്നു. അവർ വന്നിട്ട് പോട്ടെ. നീ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാം ഞാൻ കുഴിച്ചു മൂടിയതായിരുന്നു. എന്നിട്ട് സമ്മതിക്കില്ലെങ്കിൽ ഞാൻ... ഇവിടെ നോക്കടി. അലീന അവളുടെ മുഖം പിടിച്ചുലച്ചു. നീ എന്തായി പറയുന്നേ? ആരെന്ത് ചെയ്തെന്നാ? സമാധാനമായിട്ടിരിക്കെ. ഇല്ല ചേച്ചി, എനിക്കറിയാം. ബബിത കരയാൻ തുടങ്ങി. ഞാനിത് രാവിലെ പേപ്പറിൽ കണ്ടപ്പോൾ മുതൽ പേടിച്ചിരിക്കുക ചേച്ചി. ഇതിലെന്താ ഇത്ര പേടിക്കാനുള്ളത്? അവരുടെ കയ്യിൽ നിന്ന് രഹസ്യങ്ങളൊക്കെ പോലീസിന് കിട്ടിക്കാണും. ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചിയുടെ അടുത്ത്? ആരും അറിയാതെ മൊബൈൽ ക്യാമറയിലും വീഡിയോ ക്യാമറയിലും ഒക്കെ. പോലീസിന്റെ കയ്യിൽ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അലീനയ്ക്ക് അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെട്ടത്.
നീ കരയാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അലീന അവളെ ചേർത്ത് പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം ചോദിച്ചു, നമുക്ക് പപ്പയോട് പറഞ്ഞാലോ? വേണ്ട, ഞാൻ സമ്മതിക്കില്ല. നമുക്കിപ്പം ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ. പപ്പയോട് പറയില്ലേ ചേച്ചി. ഞാൻ ഇത്രയും ദിവസം പപ്പയുടെ മുന്നിൽ വലിയ കേമിയായി നടന്നിട്ട് അതിനേക്കാളും ഭേദം ചത്ത് കളയുന്നതാ. പോലീസ് വരുമ്പോ പപ്പ എന്തായാലും അറിയുമല്ലോ. നമ്മൾ നേരത്തെ പറയുന്നതല്ലേ ബുദ്ധി. ബബിത പെട്ടെന്ന് നിശബ്ദയായി. ദേ മോളെ, നിന്റെ മനസ്സിൽ അരുതാത്തത് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. അലീന അവളെ ശാസിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.